നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ ക്ലബ്ബ് ഏത്? ഇങ്ങനൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്ന ഉത്തരം ഒന്നുകിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം യൂറോപ്യൻ ഫുട്ബോളിൽ വീണ്ടും റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോര് മുറുകുകയാണ്. വലിയ ചരിത്രമുള്ള രണ്ടു ക്ലബ്ബുകൾ, വലിയ താരമൂല്യമുള്ള രണ്ടു ക്ലബ്ബുകൾ, ഇവർ തമ്മിൽ യൂറോപ്യൻ ഫുട്ബോളിൽ ശക്തമായൊരു മത്സരം നടക്കുകയാണ് നിലവിൽ. ലാലിഗ, കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് ലീഗ്, ഈ മൂന്ന് ടൂർണമെന്റുകളെ വലിയ ആകാംക്ഷയിലാണ് ആരാധകർ നോക്കിക്കാണുന്നത്. കാരണം റയൽ മാഡ്രിഡും ബാഴ്സലോണയും നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ടൂർണമെന്റുകളാണിത്. ഇതിലെ ചില കണക്കുകളും വരാനിരിക്കുന്ന മത്സരങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദ്യം ലാലിഗയിലേക്ക് പോവാം. നിലവിൽ 27 മത്സരങ്ങൾ കളിച്ച ബാഴ്സലോണയ്ക്ക് 60 പോയിന്റാണുള്ളത്. 28 മത്സരങ്ങൾ കളിച്ച റയൽ മാഡ്രിഡിനും 60 പോയിന്റ്. ചുരുക്കം പറഞ്ഞാൽ ഒരു മത്സരത്തിന്റെ പിൻബലമാണ് ബാഴ്സലോണയ്ക്ക് കൂടുതലുള്ളത്. റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ മെയ് 11 നടക്കുന്ന മത്സരം ഒരു പക്ഷേ ഇത്തവണത്തെ ലാലിഗയുടെ വിധി തന്നെ മാറ്റി എഴുതിയേക്കാം. വലിയ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഫൈനലിന് സമാനമായ പോരാട്ടമായിരിക്കും അന്ന് കാണാൻ പോകുന്നത്. മറ്റൊരു കോമ്പറ്റീഷനാണ് കോപ്പ ഡെൽ റേ. നിലവിൽ സെമി ഫൈനൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൂർണമെന്റിൽ ബാഴ്സലോണയുടെ എതിരാളികൾ അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ റിയൽ സോസിഡാഡുമാണ്. ആദ്യപാദ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഒരു ഗോളിന്റെ പിൻബലത്തിൽ വിജയിച്ചപ്പോൾ ബാഴ്സലോണയ്ക്ക് അത്ലറ്റിക്കോയോട് സമനിലയായിരുന്നു വിധി. ഒരുപക്ഷെ റിയലും ബാഴ്സയും ഈ സെമി ഫൈനൽ പോരാട്ടങ്ങൾ വിജയിച്ചാൽ ഫൈനൽ പോരിൽ റയൽ മാഡ്രിഡ് ബാഴ്സലോണ മുഖാമുഖം വരും. ഏകദേശം ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിലുമുള്ളത്. റിയലും ബാഴ്സയും അവരുടെ എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ഫൈനൽ പോരാട്ടത്തിലായിരിക്കും ഇവർ തമ്മിൽ മുഖാമുഖം വരിക. അങ്ങനെ ഇനി വരുന്ന നാളുകളിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സീസൺ അവസാനിക്കുമ്പോൾ റയൽ മാഡ്രിഡ് ആയിരിക്കുമോ ബാഴ്സലോണയായിരിക്കുമോ കൂടുതൽ നേട്ടമുണ്ടാക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.